ഈ കള്ളം പറയുന്നവരായി വനിതാ നേതാക്കൾ മാറുന്നു എന്നല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ കള്ളം പറയുക എന്നുള്ളത് CPM നേതാക്കന്മാരുടെ ഒരു പൊതു സമീപനമാണ്. ഈ ലോക്കൽ ബോഡീസിലെല്ലാം തന്നെ സ്ത്രീകൾ വരുമ്പോൾ അഴിമതി കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊരു വ്യതിയാനം ഉണ്ടാവുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ പഴയ നേതാക്കളുമായിട്ടൊക്കെ കമ്പയർ ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞത് ഞാനതിനോട് പരിപൂർണമായും ഞാൻ വിയോജിക്കുന്നില്ല. അവരാണ് 2004-ലോ 2005-ലോ കവിയൂരിൽ ഒരു സ്ത്രീ പീഡനം നടന്നപ്പോൾ 5 പേര് ആത്മഹത്യ ചെയ്തപ്പം പത്തനംതിട്ടയിൽ ചെന്നിട്ട് ആ സ്ത്രീയുടെ കന്യകാത്വം പോയിരുന്നില്ല എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവർ. ഇത്രയേറെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മൈലുകളോളം മുങ്ങി താന്ന ഒരു കോർപ്പറേഷൻ ഭരണം ഇതിനു മുമ്പുണ്ടായതായിട്ട് കേട്ടിട്ടില്ല. നിരവധി വിമാന ടിക്കറ്റുകൾ മേടിക്കുകയൊക്കെ ചെയ്ത ഒരു സ്ത്രീയെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് CPM താണിരിക്കുന്നു എന്നുള്ളത്. അല്ല, അത് തീർത്തും സ്വാഭാവികമാണല്ലോ. ഞാൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ നാളെ CPM-ൽ വന്നാൽ പോലും അത്ഭുതമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, നമ്മളിപ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ്റെ ഒരു വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മിക്ക ഡിഫറെൻ്റ് ആംഗിളുകളും പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കതിൽ ആദ്യം ചോദിക്കാനുള്ളൊരു കാര്യം, ഈ CPM-ൻ്റെ വനിതാ നേതാക്കൾ ഇത്തരത്തിലൊരു കള്ളം മാത്രം പറയുന്നവരായി എങ്ങനെയാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള 2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ആ ഉദാഹരണങ്ങളിൽ ഒന്ന്, ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അവർ വണ്ടി തടഞ്ഞു നിർത്തിയിട്ടില്ല എന്ന് പറയുന്ന പച്ചക്കള്ളം അവർ പറഞ്ഞു. അതിന് തൊട്ടു മുമ്പ് അവരുടെ തന്നെ ഒരു കത്ത് വിവാദം സാർ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാകും. അതായത് ഏതാണ്ട് ഹോസ്പിറ്റലിലേക്ക് 250ഓളം ആളുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ ജില്ലാ സെക്രട്ടറി അയച്ചിട്ടുള്ള കത്തിൽ അവരത് വ്യാജ കത്താണെന്ന് പറയുമ്പോൾ അതിൻ്റെ അന്വേഷണം എന്തായി നമുക്കിതുവരെ അറിയില്ല. ഇതിന് തൊട്ടു മുമ്പ് നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിന്താ ജെറോം, അവർ യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്നു. ആ ചിന്താ ജെറോം എന്ന് പറയുന്ന സ്ത്രീ വളരെ കൃത്യമായി പറഞ്ഞത്, ഞാൻ ഇങ്ങനെ അതായത് എൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കത്തും അയച്ചിട്ടില്ല എന്നവർ ഒരു എളുപ്പമില്ലാതെ പറയുകയും പിന്നീട് അതിൽ നിന്ന് പിൻവലിയുകയും. കാരണം ഈ റെക്കോർഡുള്ള കാര്യങ്ങളിൽ പോലും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്യാമറയിൽ കാണുന്ന കാര്യങ്ങളിൽ പോലും ഇത്തരത്തിൽ കള്ളം പറയാൻ പറ്റുന്നവരായി CPM-ൻ്റെ വനിതാ നേതാക്കൾ മാറുന്നത് എങ്ങനെയാണ്? എന്താണ് സാറിൻ്റെ അതിലുള്ള നിരീക്ഷണം? അതിൽ രതീഷ് 2 കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ കള്ളം പറയുന്നവരായി വനിതാ നേതാക്കൾ മാറുന്നു എന്നല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ കള്ളം പറയുക എന്നുള്ളത് CPM നേതാക്കന്മാരുടെ ഒരു പൊതു സമീപനമാണ് എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കുക. അതല്ലാതെ CPM-ലെ വനിതാ നേതാക്കന്മാരിലേക്ക് മാത്രം നമ്മൾ കള്ളം പറയുന്ന ഒരു സ്വഭാവത്തെ ചുരുക്കി കാണിക്കരുതെന്നാണ് നിങ്ങൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. ഇപ്പോൾ പിണറായി വിജയൻ മുതൽ താഴോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയും പറയുക എന്നുള്ളതാണ് CPM നേതാക്കന്മാരുടെ മുഖമുദ്ര എന്നുള്ളത് ദിവസം നമ്മളൊരു 3-4 പ്രാവശ്യമെങ്കിലും നമുക്ക് തെളിയുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് ആലോചിക്കുക, 2012 മെയ് 4-ാം തീയതി മരിച്ച ടി പി ചന്ദ്രശേഖരൻ്റെ മരണം കഴിഞ്ഞപ്പോൾ എത്ര നുണകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു അതിനുശേഷം ഉണ്ടായത്. നുണ പറയുക എന്നുള്ളതാണ് CPM-കാരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്നുള്ളത് നമ്മൾ കുറച്ച് കാലമായി നമ്മൾ കാണുന്നതാണ്. അവരെന്ത് പറയുന്നോ ഏത് വിഷയത്തിലും അവരുടെ പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളവും നട്ടാ കുരുക്കാത്ത നുണയും പറയുക. ഇപ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ പോലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറഞ്ഞത് നട്ടാൽ കുരുക്കാത്ത നുണയാണ്. അപ്പം നുണ പറയുക എന്നുള്ള ഒരു പൊതു സ്വഭാവം അത് നമ്മൾ CPM-ൻ്റെ വനിതാ നേതാക്കളിലേക്ക് ചുരുക്കി കാണിക്കേണ്ട. അത് CPM-ൻ്റെ ഒരു പൊതു സ്വഭാവം സ്ത്രീകൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ചുകൂടി തന്മയത്വത്തോടു കൂടി അത് പറയുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ CPM-ലെ സ്ത്രീകളെ കുറിച്ചിട്ട് നമ്മൾ ചില നിരീക്ഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അല്ല, ഇവിടെ എനിക്ക് അതിൽ ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ CPM-ഓ അല്ലെങ്കിൽ കോൺഗ്രസ്സോ മറ്റ് BJP-യോ രാഷ്ട്രീയ പാർട്ടികളിലെ ആണുങ്ങൾ പൊതുവെ അവരൊക്കെ പലപ്പോഴും നുണ പറയുക എന്നൊക്കെ പറയുന്നത് ഒരു അസാധാരണമായ സംഭവമല്ല. അതായത് CPM-ലെ ആണുങ്ങൾ നുണ പറയുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ സാറൊന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊക്കെ SFIയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ സുകന്യ എന്നൊക്കെ പറയുന്ന SFIയുടെ പ്രസിഡൻ്റ് ഉണ്ട്. അവരിപ്പോൾ നമുക്കറിയാം ഒരു നേതാവിനെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല നേതാക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ കുറച്ചുകൂടി ആർജവമുള്ള, അല്ലെങ്കിൽ പലപ്പോഴും പുരുഷന്മാർ പറയുന്നത്ര നുണയൊന്നും പറയാത്ത കുറച്ചുകൂടി ഒരു സംശുദ്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ പറയാൻ കാര്യം, ഇന്ത്യയിൽ അന്ന് നമ്മുടെ പൊളിറ്റിക്സിനെ കുറിച്ച് കൃത്യമായ പഠനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഈ ലോക്കൽ ബോഡീസിലെല്ലാം തന്നെ സ്ത്രീകൾ വരുമ്പോൾ അഴിമതി കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊരു വ്യതിയാനം ഉണ്ടാവുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ പഴയ നേതാക്കളുമായിട്ടൊക്കെ കമ്പയർ ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞത് ഞാനതിനോട് പരിപൂർണമായും ഞാൻ വിയോജിക്കുന്നില്ല. പക്ഷേ CPM-നകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീർണതയുടെ പരിച്ഛേദമാണ് ഇത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുവെ. എന്നാൽ CPM-ലെ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ കുറച്ച് ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ നമ്മളൊരു ഡെമോഗ്രഫി തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50% കേരളത്തിൽ 50-ൽ 51% കേരളത്തിൽ സ്ത്രീകളാണ്.
രണ്ട്, കേരളത്തിൽ സ്ത്രീകൾക്ക് അധികാര രംഗത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ലോക്കൽ ബോഡീസിൽ 50% സ്ത്രീകൾക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സ്ത്രീകൾക്ക് അധികാര രംഗത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ ഈ മേയർ തന്നെ, ഇവർ മേയർ ആയതിൻ്റെ കാരണം തന്നെ വനിതാ റിസർവേഷൻ ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ CPM ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജീർണതയാണ്. ആ ജീർണത CPM സ്ത്രീകളെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പം നേരത്തെ ഉണ്ടായിരുന്ന പോലെ അല്ല ഇപ്പോൾ എന്ന് രതീഷ് പറഞ്ഞു, ഞാൻ അതിനോട് വിയോജിക്കുന്നില്ല. ഇപ്പോൾ CPM സ്ത്രീകളെക്കുറിച്ച് നമ്മൾ നിർത്തുന്നത് ആലോചിച്ച് നോക്കിയാണ്. CPM സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്ന രാഷ്ട്രീയ നേതാവ് ആരാ? സഖാവ് ഗൗരിയമ്മയാണ്. ഗൗരിയമ്മയെ പോലെയൊക്കെ ഉള്ള ഈ പറഞ്ഞതുപോലെ വിപ്ലവ നായികമാരായിട്ടുള്ള സ്ത്രീകൾ, അതിനുശേഷം സുശീല ഗോപാലൻ വരുന്നു. പിന്നെ ഇങ്ങോട്ട് സ്ത്രീകളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. ബാലാനന്ദൻ, സരോജിനി ബാലാനന്ദൻ, ടി ദേവി, ദേവൂട്ടി, PK സൈനബ. PK സൈനബയെക്കുറിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. 80കളിൽ മലപ്പുറത്ത് മുസ്ലിം സമുദായത്തിൽ നിന്ന് സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് പോലും വരാൻ മടിക്കുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വന്ന വനിതയാണ് PK സൈനബ. അതുപോലെ തന്നെ CS സുജാത, ചിലൊരു വിപ്ലവ നായിക പുതിയ തലമുറയിലെന്നൊക്കെ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ, KR ഗൗരിയമ്മ ഉള്ള തലമുറ കഴിഞ്ഞിട്ടുള്ളൊരു തലമുറയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ അത് CS സുജാതയാണ്. അവരെനിക്ക് തോന്നുന്നു ആദ്യത്തെ ജില്ലാ കൗൺസിലിൽ അവർ പ്രസിഡന്റ് ആകുമ്പോഴത്തേക്ക് അവർ ചെറിയ പ്രായത്തിലാണ് ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയത്, 1991. എന്നവർക്ക് 25-26 വയസ്സ് വേണ്ടത്. അപ്പം ആദ്യം KR ഗൗരിയമ്മ, പിന്നെ സുശീല ഗോപാൽ മുതലായിട്ടുള്ള ഒരു വിഭാഗം നേതാക്കന്മാർ. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ CS സുജാത മുതൽ PK സൈനബ, സരോജിനി ബാലാനന്ദൻ, ടി ദേവി, ദേവൂട്ടി എന്ന് പറഞ്ഞ ഒരു വിഭാഗം. അതിനുശേഷം വന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ ചേർക്കാൻ കഴിയുന്ന, അപ്പം അതിനകത്ത് പോലും ഞാൻ PK ശ്രീമതിയെ ചേർക്കുന്നില്ല. ഈ പാർട്ടിയുടെ ഡീജനറേഷന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സ്ത്രീ നേതാക്കന്മാരുടെ ഒരു വിഭാഗമാണ് PK ശ്രീമതി, KK ശൈലജ, TN സീമ. അതാണ് ഏതാണ്ട് മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഡീജനറേഷൻ ആരംഭിച്ച ഒരു വിഭാഗമാണ് ഞാനീ പറഞ്ഞ PK ശ്രീമതി. നല്ലപോലെ കള്ളം പറയുന്ന സ്ത്രീയാണ്. KK ശൈലജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തിൻ്റെ ഒരു കൂടാണ് അവർ. കോവിഡ് കാലത്തൊക്കെ നടത്തിയിട്ടുള്ള വലിയ അഴിമതികൾക്കൊക്കെ ചൂട്ട് പിടിച്ചിട്ട് ഇതൊന്നും നടത്തിയില്ല എന്ന് പറയുന്നവരാണ് അവർ. ഈ PK ശ്രീമതിയെ കുറിച്ച് പറയുമ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോംബ് പൊട്ടുന്ന പോലെ ശബ്ദമുണ്ടായി AKG സെൻറ്റർ നേരെ പടക്കം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത്. അവരാണ് 2004-ലോ 2005-ലോ കവിയൂരിൽ ഒരു സ്ത്രീ പീഡനം നടന്നപ്പോൾ 5 പേര് ആത്മഹത്യ ചെയ്തപ്പം പത്തനംതിട്ടയിൽ ചെന്നിട്ട് ആ സ്ത്രീയുടെ കന്യകാത്വം പോയിരുന്നില്ല എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവർ. അപ്പോൾ എന്നാൽ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന നിലയിൽ പാർട്ടി എത്രത്തോളം ജീർണിച്ചു എന്നുള്ളതിൻ്റെ വനിതാ രംഗത്തെ ഏറ്റവും പ്രൗഢോജ്വലമായ ഉദാഹരണമാണ് TN സീമ. TN സീമയുടെ പ്രത്യേകത എന്താ? ഈ പാർട്ടിക്കകത്ത് ഏറ്റവും കുറവ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു വനിത. ഇപ്പം ഞാൻ പറയുന്ന പോലെ ഇപ്പം PK ശ്രീമതിയൊക്കെ നമ്മളിങ്ങോട്ട് കഴിഞ്ഞിട്ട് വന്നാലും ടി ദേവി, ദേവൂട്ടി, ഈ പറഞ്ഞതുപോലെ PK സൈനബ, പിന്നെ CS സുജാത, ഇതുപോലെയൊക്കെ ഉള്ള പതിറ്റാണ്ടുകൾ ഇതിനു വേണ്ടി വിയർപ്പൊഴുക്കി പണിയെടുത്തിട്ടുള്ള നേതാക്കന്മാരുടെ എല്ലാം അവരുടെയൊക്കെ തല ചവിട്ടുപടിയായി ഉപയോഗിച്ചുകൊണ്ട് കയറിപ്പോയി രാജ്യസഭാംഗത്വം നേടിയ ഒരു സ്ത്രീയാണ് TN സീമ. അവരുടെയൊക്കെ പിന്നീട് സ്ഥാനങ്ങൾ എന്തൊക്കെ വന്നു എന്നുള്ളതൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതൊക്കെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതിൻ്റെ പുറകിൽ ആരാണെന്നുള്ളതൊക്കെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ എല്ലാവർക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനൊന്നും ആയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അവർ ആണ് അടുത്ത ഒരു ഘട്ടം. അതിൻ്റെ ഏറ്റവും ചീഞ്ഞെളിഞ്ഞ ഘട്ടമാണ് ചിന്താ ജെറോമും ആര്യ രാജേന്ദ്രനും. ചിന്താ ജെറോമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അവരൊക്കെ എന്തുമാത്രം മലീമസമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണെന്നുള്ളത് നമ്മൾ തെളിഞ്ഞതാണ്. അവരുടെ മറ്റേ PhD തീസുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വിവാദങ്ങളുണ്ടല്ലോ. അവർ റിസോർട്ടിൽ അവരുടെ അമ്മയും കൂടെ താമസിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വന്നു. അവർ പിന്നെ പല സമയത്തും അവരാരാണെന്നുള്ളത് അവർ സ്വയം സമൂഹത്തിന് മുന്നിൽ അവർ പറഞ്ഞു. അതിന് സമാനമായി വന്ന ഒരു സ്ത്രീയാണ് ഈ ആര്യ രാജേന്ദ്രൻ. എന്താണ് ആര്യ രാജേന്ദ്രൻ്റെ പശ്ചാത്തലം? ആര്യ രാജേന്ദ്രനെ ആ കോർപ്പറേഷൻ വാർഡിൽ നിന്ന് ആദ്യമായി മത്സരിക്കുന്നു. അവരുടെ ഒരു അച്ഛനൊക്കെ തന്നെ എന്തോ ഒരു ആൾ ദൈവത്തിനടുത്ത് പോലോ ഒക്കെ ബന്ധപ്പെട്ടൊക്കെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത CPM-നെക്കുറിച്ചോ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെക്കുറിച്ചോ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു പെൺകുട്ടിയാണ് അവർ. പെൺകുട്ടി, കാരണം അവർ വനിതയെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അവരെ ആദ്യം അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു. എന്നിട്ട് ഈ വനിതകൾക്ക് സംവരണം ആയതുകൊണ്ടും ഏറ്റവും ചെറുപ്പക്കാരിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ ഉള്ള ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി അവരെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുപോകും.
മേയർ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവരെടുത്തിട്ടുള്ള മിക്കവാറും തീരുമാനങ്ങളെല്ലാം പാളിയിട്ടേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഇത് പിന്നെ ജോലി കൊടുത്തു ഹോസ്പിറ്റലിലേക്ക് ജോലി എടുക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയേറെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മൈലുകളോളം മുങ്ങിത്താന്ന ഒരു കോർപ്പറേഷൻ ഭരണം ഇതിനു മുമ്പുണ്ടായതായിട്ട് കേട്ടിട്ടില്ല. എന്താണ് അതിൻ്റെ ഒരു പിന്നെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കിയാൽ എന്താ കാണുന്നത്? അതായത് ഒരു വനിതാ പ്രൊഫസർ ഇവിടെ മേയറായിരുന്നു. അവരുടെ പേര് കമലം എന്നാണോ, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ശിവൻകുട്ടി മേയറായിരുന്നു. അതെ. സി ജയൻ ബാബു മേയറായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതുവരെ മേയറായിരുന്നവരൊക്കെ തന്നെ കുറച്ചൊക്കെ കഴിവും പാകതയും പക്വതയും വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ മേയർമാരായിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ സ്വയംഭരണമായിട്ട് നേരത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുമായിരുന്നു, ഇതുപോലൊരു കശപിശ പിന്നെ ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറുമായി ഇതിന് മുമ്പിരുന്ന വല്ല മേയർമാരുമാണ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ പ്രകോപനപരമായി സംസാരിക്കുമായിരുന്നു. പക്ഷേ ആ പ്രകോപനപരമായി സംസാരിക്കുമ്പോഴും അവരിൽ ആരും ഈ വണ്ടി കൊണ്ടുവന്ന് ഈ ബസ്സിന് കുറുകയിടുക എന്നുള്ള ഒരു താൻ പ്രമാണത്വം ഒരു ഗുണ്ടായിസം അവർ കാണിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ശിവൻകുട്ടി തന്നെ ചിലപ്പോൾ ഇതുപോലെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇടക്കിറങ്ങി വല്ല വർത്താനം, പക്ഷേ ഇത് കാണിക്കില്ല. മനസ്സിലായി? അപ്പം ഇത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അധികാരത്തിൻ്റെ ഒരു താൻ പ്രമാണിത്വത്തിൻ്റെ ഒരു 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 പൊളപ്പാണ്, അധികാരത്തിൻ്റെ പൊളപ്പാണ് ഇത് കാണിക്കുന്നത്. ഈ അധികാരത്തിൻ്റെ പൊളപ്പ് അവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവരെന്ത് കാണിച്ചാലും അവരെ പാർട്ടി നേതൃത്വം ന്യായീകരിക്കും എന്നുള്ളതുകൊണ്ട്. യഥാർത്ഥത്തിൽ 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രനെതിരായിട്ടായിരുന്നു നടപടി വരിക. അപ്പോൾ ഇത് കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ജീർണതയുടെ ഒരു 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 റിഫ്ലക്ഷൻ, ഒരു എക്സ്പോഷറാണ് ഇതിനകത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർ എത്രത്തോളം ജീർണിച്ചുവെന്നും എത്രത്തോളം കുറച്ച് വിവരമേ അവർക്കുള്ളൂ എന്നുള്ളതും എത്രത്തോളം കുറച്ചേ അവർ CPM കുറിച്ച് പഠിച്ചിട്ടുള്ളെന്നുള്ളതും എത്രത്തോളം CPM പ്രത്യശാസ്ത്രത്തെക്കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അവർക്ക് അറിയില്ല എന്നും ഉള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. അല്ല, ഇതിൽ സാർ നേരത്തെ പറഞ്ഞു പോയ ചിന്താ ജെറോമിൻ്റെ കാര്യത്തിൽ തന്നെ അവർ കീരവാണിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് സാറ് വായിച്ചിട്ടുണ്ടാവും. അത് സത്യത്തിൽ കീരവാണിയാണ് വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഓസ്കാർ പോലും വേണ്ടത് വെച്ചാൽ അതുപോലെയുള്ള ഒരു പോസ്റ്റാണ് ഇംഗ്ലീഷിൽ PhD എടുത്തിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തിട്ടുള്ളത്, പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇത് CPM ഇത് മനസ്സിലാക്കാതെ എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഇത്രയും മാത്രം ഒരു നാണക്കേട് ഇവരുണ്ടാക്കുമ്പോൾ സത്യത്തിൽ ഇവരെ സെൻഷർ ചെയ്യുന്നതിനോ ഇവരെ കൺട്രോൾ ചെയ്യുന്നതിനോ ശ്രമിക്കുന്നതിന് പകരം ഒരു ലോങ് റോപ്പ് കൊടുക്കുകയും കൃത്യമായി ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇത് ഈ കേസിൽ മാത്രമല്ല സാർ, ഒന്ന് ഇപ്പോൾ ഇത് മേയറാണ് എന്ന് വിചാരിക്കാം, അത് മേയറുടെ ഭർത്താവ് ഒരു MLA ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഗതികേട് കൊണ്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതാണ് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ പോലും അതല്ല. ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ തെളിയിക്കുന്നത് പോലും അതല്ല. ഇപ്പം നമുക്കറിയാം, ഇതിനു മുമ്പ് PM മാർഷോയുടെ ഒരു പരിചയക്കാരിയായിട്ടുള്ള ഒരു ദിവ്യ, അവരൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയേക്കാണ്. അതായത് എനിക്ക് പ്രവൃത്തി പരിചയമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടാക്കി. പക്ഷെ അവരെ പോലും പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് വെളിവാകുന്ന ഒരു കാര്യം. അതിന് മുൻപ് തൊട്ട് മുമ്പ് നമുക്കറിയാം ദീപാ നിശാന്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ ദീപാ നിശാന്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ശ്രീചിത്രൻ എന്ന് പറയുന്ന ഒരുത്തൻ വേറൊരാളുടെ കവിത മോഷ്ടിച്ച് പുള്ളിക്കാരിക്ക് കൊടുക്കുകയും അത് ഈ ദീപാ നിശാന്ത് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം ഇതെന്നെ ചതിച്ചതാണെന്ന് പറയുകയും പിന്നീട് ഇത് യഥാർത്ഥ കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിയാൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിന് പോലും കുടുംബ ബന്ധങ്ങൾക്ക് പോലും പ്രശ്നമാകുമെന്ന് പറയുകയൊക്കെ ചെയ്തതിന് ശേഷം പോലും എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഒരു സ്കൂൾ യുവജനോത്സവത്തിൽ വീണ്ടും മാർക്കിടാൻ വേണ്ടി, അതായത് കുട്ടികളുടെ കഥകൾക്ക് മാർക്കിടാൻ വേണ്ടി CPM കൊണ്ടുവന്നു. ഇതെന്താണ് CPM പോലൊരു പാർട്ടി കാണിക്കുന്നത്? ഇതിൽ CPM അകത്തു നിന്നൊരു എതിർപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇല്ല രതീഷ്, ഇതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് CPM ബാധിച്ചിട്ടുള്ള ഓൾറൗണ്ട് ആയിട്ടുള്ള ഒരു റട്ടുണ്ട്, ഒരു ഡീജനറേഷൻ ഉണ്ട്. ആ ഡീജനറേഷൻ്റെ പ്രതിഫലനങ്ങളാണ് ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രതീഷ് തന്നെ ഇപ്പോൾ പാർട്ടിയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 5-6 അനുഭവങ്ങളെങ്കിലും ചൂണ്ടിക്കാണിച്ചു. ഈ അനുഭവങ്ങളിൽ ഒരു സ്ഥലത്ത് വെച്ചും തിരുത്തലിൻ്റെ ഒരു ലക്ഷണം ഇതിനകത്ത് കാണുന്നില്ല. മനസ്സിലായില്ലേ? ഇത് CPM മൊത്തം കാര്യങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മറ്റ് പാർട്ടി നേതാക്കന്മാരുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു കറക്ഷനുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കൂ, EP ജയരാജൻ്റെ വിഷയം വന്നു. EP ജയരാജൻ ചെയ്തത് തെറ്റാണെന്ന് പൊതുമണ്ഡലത്തിനും ബോധ്യമായി, പാർട്ടി അണികൾക്കും ബോധ്യമായി, പാർട്ടി മെമ്പർമാർക്കും ബോധ്യമായി, പാർട്ടി ലീഡർഷിപ്പിനും ബോധ്യമായി. പക്ഷേ അതുകൊണ്ട് തന്നെ ജയരാജനെതിരെ നടപടി എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ആത്യന്തികമായിട്ടുണ്ടായ എന്താ സംഭവിച്ചത്? ജയരാജൻ്റെ ഒരു രോമം പോലും അനങ്ങിയില്ല.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഇത് ഡീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ജയരാജൻ്റെ കാര്യത്തിൽ നടപടി എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ജയരാജൻ്റെ കാര്യത്തിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് കാര്യങ്ങൾ പുറത്തു വരും. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് അണ്ടർബെല്ലി ഇങ്ങനെ അവിടെ ഇവിടെയും പൊട്ടി അതിനകത്തുനിന്ന് ഇത് മാലിന്യം പുറത്തേക്ക് ഒഴുകി വരുന്ന പോലുള്ളൊരു നിലയിലാണ് ഈ പാർട്ടി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഈ പാർട്ടി അഴിമതിയിലും ജീർണതയിലും മുങ്ങിക്കുളിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ദിവ്യ എന്ന് പറഞ്ഞവർ അവർക്കെതിരെ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പം ചിന്താ ജെറോമിൻ്റെ PhD യുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. കാരണം പല CPM നേതാക്കന്മാരും പല CPM നേതാക്കന്മാരും ഡോക്ടർമാരും പ്രൊഫസർമാരും ഒക്കെയാണ് അത് ഉയർന്നു വരും. EP ജയരാജൻ്റെ അഴിമതിയെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിനപ്പുറത്തുള്ള അഴിമതികൾ ഉയർന്നു വരും. അപ്പോൾ ഈ സിസ്റ്റം CPM എന്ന് പറയുന്ന ഈ ഒരു എക്കോ സിസ്റ്റം ഇത് പരിപൂർണമായും ദ്രവിച്ച് പുഴുത്ത് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ഒരു കറക്റ്റീവ് മെഷർ ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, എല്ലാ തെറ്റുകളെയും ഒന്നിനൊന്ന് ന്യായീകരിച്ച് സ്വയം ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിൻ്റെ ഏതാണ്ടൊരു തൊട്ടുമുതൽ പെനൾട്ടിമേറ്റ് റൗണ്ട് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പുതിയ അനുഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ചോദ്യം കൂടിയുള്ളത്, ഇതൊന്നും ഇത്തരത്തിലുള്ള നേതാക്കന്മാരെയൊക്കെ CPM തന്നെ സൃഷ്ടിക്കുകയും അതൊന്നും ഇപ്പോൾ MC ജോസഫൈൻ മുതൽ ചിന്താ ജെറോം വരെയുള്ള നിരവധി ആളുകൾ ഇവരെയൊക്കെ സൃഷ്ടിക്കുകയും ഇതൊന്നും പോരാ എന്ന് തോന്നിയിട്ടാണോ സാർ? കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ ആളെ കൂടി വേണമെങ്കിൽ ഈ പാർട്ടി അക്കോമഡേറ്റ് ചെയ്തേനെ എന്നും അവർ ചോദിച്ച പണം പോയതുകൊണ്ടാണ് മാത്രമാണ് അവർ MLA ആകാതിരുന്നതെന്നും അല്ലെങ്കിൽ തൃശ്ശൂർ അവർ തൂത്തുടച്ച് ശരിക്കും CPM-ഉം ഇടതുപക്ഷവും വിജയിച്ചപ്പോൾ അതിലൊരു MLA ശോഭാ സുരേന്ദ്രൻ ആയനെ എന്നുകൂടിയാണ് പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും പോരാ, ഇത്തരത്തിൽ ഇപ്പോൾ 10 ലക്ഷം ഞാൻ നന്ദകുമാറിൻ്റെ നിന്ന് മേടിച്ചു, പക്ഷേ അതെൻ്റെ കയ്യിലിരിക്കുകയാണ്, ഞാൻ ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല എന്നും അയാളുടെ കയ്യിൽ ഇത് കൂടാതെ നിരവധി വിമാന ടിക്കറ്റുകൾ മേടിക്കുകയൊക്കെ ചെയ്ത ഒരു സ്ത്രീയെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് CPM താണിരിക്കുന്നു എന്നുള്ളത്. അല്ല, അത് തീർത്തും സ്വാഭാവികമാണല്ലോ. ഞാൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ നാളെ CPM-ൽ വന്നാൽ പോലും അത്ഭുതമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? 500ഓളം CPM-കാരെ കൊന്നിട്ടുള്ള BJP RSS എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു കേന്ദ്ര നേതാവുമായി പരസ്യമായി സംസാരിക്കാൻ EP ജയരാജന് മടിയില്ല. അതാണ് EP ജയരാജൻ്റെ കാര്യം. EP ജയരാജൻ BJP-യിലേക്ക് പോകുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EP ജയരാജൻ BJP-യിലേക്ക് പോയാലും അത്ഭുതമില്ല എന്ന് പറയുന്നിടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിതിനു മുമ്പുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നോക്കിയും. ഇപ്പം OK വാസു എന്ന് പറഞ്ഞ ഒരാൾ ഏതൊരു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിപ്പുണ്ട്. ആരായിരുന്നു OK വാസു? P ജയരാജനെ തിരുവോണ ദിവസം ആക്രമിച്ച ആ സംഘത്തിൽ പിന്നെ ആ ഗൂഢാലോചനയിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് OK വാസു. എത്രയോ SDPI-ക്കാർ ഈ പാർട്ടിയിലേക്ക് വരുന്നു, എത്രയോ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ പാർട്ടിയിലേക്ക് വരുന്നു, എത്രയോ ആളുകൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, അതൊരു വശത്ത്. മറുവശത്ത് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു കീറച്ചാക്ക്, സ്വന്തം ഭാര്യയെ അടിച്ച് കൈ ഒടിച്ചിട്ട് സ്വന്തമായി അടിച്ച് മുഖത്ത് പരിക്കുണ്ടാക്കിയിട്ട് ഭാര്യ അടിച്ചതാണെന്നും പറഞ്ഞ് കൊണ്ടുപോയി കേസ് കൊടുത്തവൻ ഇന്ന് സംസ്ഥാനത്തെ മന്ത്രിയാണ്. മറ്റവൻ, അവൻ്റെ പേരെന്താണ് മുകേഷ്, അവനെക്കുറിച്ച് അവൻ്റെ ഭാര്യ പറയുന്നത് നമ്മൾ കേട്ടതാണ്. PV അൻവർ പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ. അപ്പോൾ ഈ നിലയിൽ ഇതെല്ലാ ഭാഗത്തു നിന്നും ഇത് ചീഞ്ഞ് പുളിച്ച് പൂത്ത് നാറി പുഴു വരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു സംവിധാനത്തിൽ ഈ ചിന്താ ജെറോമിനും ഈ ആര്യ രാജേന്ദ്രനെ പോലുള്ള നേതാക്കന്മാരൊക്കെ പിവട്ടലായിട്ടുള്ള പൊസിഷനിൽ വരുന്നതിൽ ഒരു അത്ഭുതവുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പെനൾട്ടിമേറ്റ് റൗണ്ടിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്നത് ജൂൺ 4 എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാട്ടർ ഷെഡായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ തുടർന്ന് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇത് പോയാലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.